ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു യു സ്റ്റോക്സ്. ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാമേ. എനിക്ക് തൈറോയിഡിന്റെ പ്രോബ്ലം ഉണ്ട്. ചില നല്ല രീതിയിൽ തൈറോയിഡ് ഉള്ള ആളാണ് ഞാൻ. വർഷങ്ങളായിട്ട് തൈറോയിഡിന് മെഡിസിൻ എടുക്കുന്ന ആളാണ്. അപ്പം എനിക്ക് അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ഹെയർ ഫോൾ ഉണ്ടാകും. ഇടയ്ക്കിടയ്ക്ക് ഹെയർ ഫോൾ ഉണ്ടാകുമായിരുന്നു. തീരെ മുടി കൊഴിഞ്ഞ് മുടി തീരെ ഇല്ലാതായി. അങ്ങനെ ഇരിക്കെ എനിക്ക് റെഗുലറായിട്ട് ഞാൻ ചെയ്യാൻ തുടങ്ങിയ ഒരു ഹെയർ പാക്കാണ് പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് ഈ 2 മാസങ്ങൾക്ക് മുമ്പൊക്കെ ഞാൻ ഇട്ട വീഡിയോസ് ഉണ്ട്. വിനീഷുബു വ്ളോഗ്സ് എന്നുള്ള ചാനലിൽ ഞാൻ ഇട്ട വീഡിയോസ് ഉണ്ട്. ടൈലറിങ് വീഡിയോസ് കാണുന്നവർക്കറിയാം. ടൈലറിങ് ട്യൂട്ടോറിയൽസ് ആ ചാനലിൽ ഇടുന്നത്. ആ ചാനൽ കാണുന്നവർക്കറിയാം ചില വീഡിയോസിലൊക്കെ എനിക്ക് കണ്ടമാനം ഇവിടൊക്കെ കഷണ്ടിയായിരുന്നു. ഇപ്പോഴും ഉണ്ട് എന്ന് തെളിഞ്ഞു വരുന്നു. ഇവിടെ ഒക്കെ അങ്ങ് കണ്ടമാനം കഷണ്ടിയായിരുന്നു. ചില വീഡിയോസിലൊക്കെ അത് നന്നായിട്ട് അറിയാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ചാനലൊക്കെ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഞാൻ ഒരു പാക്ക്, സാധാരണ നമ്മുടെ വീട്ടിൽ നമ്മുടെ പറമ്പിലുള്ള സാധനങ്ങൾ തന്നെ വെച്ചിട്ടാണ് ഒരു പാക്ക്, അത് മാറി അതിന് പല വെർഷനായിട്ട് ഓരോ ആഴ്ചയിലും മാറ്റി യൂസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ യൂസ് ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്ക് കൊഴിഞ്ഞു പോയ മുടികളൊക്കെ തിരിച്ചു വന്നു. അതിന് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാകും. എൻ്റെ മുടി ഞാൻ കാണുന്നുണ്ടോ? ഈ മുടികളെല്ലാം പുതിയതായിട്ട് കിളുത്ത് വരുന്ന മുടികളാണ്. ഇത് കണ്ടോ? ഇവിടെ എല്ലാം മുടി ഇല്ലാതിരുന്നതാ. ഇവിടെ ഒക്കെ മുടിയേ ഇല്ലായിരുന്നു എനിക്ക്. കുഞ്ഞു മുടികൾ കണ്ടോ? അതെ, ഇതിനൊക്കെ ഇത്ര നീളേ ഉള്ളൂ. ഇതെല്ലാം എനിക്ക് ഇപ്പോ പുതുതായിട്ട് വന്ന മുടികളാണ് ഇതെല്ലാം. ഇവിടെ ആയിരുന്നു കൂടുതൽ. അതിപ്പം തെളിഞ്ഞു വരുന്നുണ്ട്. ഇപ്പൊ ആക്ച്വലി എനിക്കിപ്പോ എന്റെ നെറ്റിക്കോട്ട് ഹെയർ വന്നു തുടങ്ങി. മറ്റേ എനിക്ക് അങ്ങ് ഒത്തിരി കഴിയുമ്പോൾ തന്നെ അങ്ങ് മേലോട്ട് പോകുമായിരുന്നു. ഭയങ്കര വൃത്തികേടായിരുന്നു. ഞാൻ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇതൊക്കെ ഈ പാക്കൊക്കെ പണ്ട് പോലെ അറിയാവുന്നതും നമ്മൾ ചെയ്തിട്ടുള്ളതൊക്കെ ആണെങ്കിലും ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് ഇല്ലായ്മയും മടിയും ഒക്കെ കാരണം ഞാൻ അങ്ങനെ അങ്ങ് വിട്ടു. നമ്മളെ തന്നെ ശ്രദ്ധിക്കാതെ വിട്ടിട്ട് മുടിയെല്ലാം കൊഴിഞ്ഞു പോയതായിരുന്നു. ഇപ്പൊ എനിക്ക് നന്നായിട്ട് മുടിയും കിളുത്തു. ഇങ്ങനെ ഈ കൊഴിഞ്ഞ മുടികളൊക്കെ നല്ലതായിട്ട് മുടികൾ വന്നു. അതേപോലെ മുടിക്ക് ഉള്ളും വെച്ചു. മുടി തന്നെ നല്ല ഒരു പുഷ്ടിയുള്ള മുടിയായി. മറ്റേ ഇടയ്ക്ക് അങ്ങ് ശോഷിച്ചതായിരുന്നു മുടി. ഇപ്പം നല്ല പുഷ്ടിയുള്ള മുടിയായി. നല്ല മുടി കാണാൻ തന്നെ എനിക്കിഷ്ടമാണ്. അതുപോലെ നല്ല മുടിയായി. എന്ത് പാക്കാണ് ഞാൻ റെഗുലറായിട്ട് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇതേ പാക്ക് തന്നെ പല വേർഷനിൽ ചെയ്യും. അതിൽ ഒരു പാക്ക് ഞാൻ ഇന്ന് കാണിച്ചു തരാം. ഓരോ ദിവസം ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചെയ്യുമ്പോഴൊക്കെ മാറ്റി ഞാൻ ഇതിന്റെ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുക. തീർച്ചയായിട്ടും 100% സക്സസ്ഫുൾ ആയ ഒരു പാക്കാണിത്. നിങ്ങൾ വിചാരിക്കും ഇതായിരുന്നു എന്ന് വിചാരിക്കും. പക്ഷെ ഇത് ഞാൻ പറയുന്ന ഈ രീതി ചെയ്താലേ ഇങ്ങനെ മുടി വളരുള്ളൂ. അല്ലാതെ നമ്മൾ താളിയായിട്ടൊന്നും ഉപയോഗിച്ചുകൊണ്ട് വലിയ പ്രയോജനം, ഇത്രയ്ക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ നമുക്ക് ആ പാക്ക് എന്താണെന്ന് കാണണ്ടേ. ഈ പാക്ക് ഉണ്ടാക്കാന് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 3 ചെമ്പരത്തി പൂവ്. ഇത് മുഴുവനും ഇടുവാണേ. ഇതിന്റെ അകത്തേതെങ്കിലും പറിച്ചു കളഞ്ഞിട്ട് 3 ചെമ്പരത്തി പൂവ് ഇത് മുഴുവനും ഇങ്ങനെ ഇടുവാണേ. അതിന്റെ കൂടെ മഴ ആയതുകൊണ്ട് പൂവ് കുറവാ, അല്ലെങ്കിൽ 2 പൂവും കൂടി ഇട്ടേനെ. അതിന്റെ കൂടെ ഒരു 2 മുട്ട ഉണ്ട്, അതും അങ്ങ് ഇടുവാണേ. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഒരു 10-40 ഇല കാണുമായിരിക്കും, ചെറിയ ഇലകള്. സാധാരണ നാടൻ ചെമ്പരത്തിയുടെ ഇലയായത്. നാടൻ ചെമ്പരത്തിയുടെ ഇലയാണിത്. ഇതിനകത്തോട്ട് നമ്മളൊരു 2 ടീസ്പൂൺ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുമേ. അതെന്തിനാന്ന് വെച്ചാൽ മുടി നമ്മൾ അല്ലെങ്കിൽ ഓയിൽ മസാജ് ചെയ്തിട്ട് പാക്ക് ഇട്ടാലും മതി കേട്ടോ. ഇപ്പൊ ഞാൻ ഓയിൽ മസാജ് ചെയ്യാതെ തന്നെ അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാനാണ്. എന്നിട്ട് അതിന്റെ കൂടെ നമ്മൾ ഒരു മുട്ടയുടെ വെള്ള, ഒത്തിരി മുടിയുള്ളവരാണെങ്കിൽ 2 മുട്ടയുടെ വെള്ളം എടുത്തേക്കാമേ. ഇപ്പൊ നമ്മൾ ഈ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ ഈ മുട്ടയുടെ വെള്ളം ഇതെല്ലാം കൂടെ അടിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല ഒരു ഫോമിലും ഇത് കിട്ടും. നല്ല തലയിലെടുത്ത് പുരട്ടാൻ പറ്റിയ പോലെ നന്നായിട്ട്. മഞ്ഞ ഒട്ടും വീഴാതെ തന്നെ നോക്കണം, അല്ലെങ്കിൽ വീണാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെങ്കിൽ സ്മെല്ല് വരും. നമ്മളിത് ഷാമ്പു ഇട്ടാണ് കഴുകുന്നത്, അതുകൊണ്ട് വീണാലും വലിയ പ്രശ്നമില്ല. അപ്പോൾ ഒരു മുട്ടയുടെ വെള്ളയും 2 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ തലയിൽ പുരട്ടുന്നത്, അതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ എടുത്തത്. വെളിച്ചെണ്ണയും ചെമ്പരത്തി പൂവും മുട്ടും ഇലയും എല്ലാം കൂടെ ഇട്ടിട്ട് നമുക്ക് നല്ലതായിട്ട് മിക്സിയിൽ അടിച്ചുകൊണ്ട് വരാമേ. നമുക്ക് അരച്ചപ്പോൾ ഇത്രയുമാണ് കിട്ടിയേക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ കാണും, അത്രേ ഉള്ളൂ.
ഇത് മതി നമ്മുടെ തലയിൽ. നമുക്ക് ഒരു ആവറേജ് മുടിയുള്ളവർക്ക് ഇത് മതി. നമ്മുടെ തലയുടെ ഓട്ടിയിലാണ് ഇത് നന്നായിട്ട്, നമ്മുടെ മുടി ഇല്ലാത്തടത്തും മുടി കൊഴിഞ്ഞു പോയടത്തും ഒക്കെ ആയിട്ട് ഓട്ടിയിലോട്ടാണ് ഇത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കേണ്ടത്. ഇതിപ്പം നമുക്ക് കട്ടി കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് 2 സ്പൂൺ നമ്മുടെ കഞ്ഞിവെള്ളം കൂടെ ഒഴിച്ച് മിക്സിയിൽ അടിക്കുമ്പോഴേ വേണേലും ഒഴിക്കാം, അത് കഴിഞ്ഞിട്ട് വേണമെങ്കിലും ആഡ് ചെയ്യാം. കഞ്ഞിവെള്ളം ഒത്തിരി നല്ലതാ. കഞ്ഞിവെള്ളം ചേർത്തുള്ള പാക്ക് ഞാൻ ഇനി ഒരു ദിവസം കാണിക്കാമേ. അപ്പം ഇത് നമുക്ക് മെയിനായിട്ട് തലയുടെ ഓട്ടിയിലാണ് തേക്കേണ്ടുന്നത്, ബാക്കിയുള്ളത് മുടിയിലോട്ടും തേക്കാം. ഇതെങ്ങനെ തേക്കുന്നതെന്ന് കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് നമ്മുടെ പാക്കിട്ട് തുടങ്ങാമേ. എങ്ങനെ ഇത് ഇടുന്നത് ഞാൻ കാണിച്ചു തരാമേ. പാക്കിടുന്നതിന് മുമ്പായിട്ട് മുടി നന്നായിട്ട് ചീകിയിരിക്കണം കേട്ടോ. നന്നായി കെട്ടൊന്നും ഇല്ലാതെ മുടി നന്നായിട്ട് നല്ല ഇങ്ങനെ ഫ്രീ ആയിട്ട് മുടി ഇങ്ങനെ വരുന്ന പോലെ, മുടി എങ്ങും ഉടക്കൊന്നും ഇല്ലാതെ നല്ല ചീകി റെഡിയാക്കി വെച്ചിരിക്കണം. അതിനുശേഷം ഇതുപോലൊരു ചീപ്പ് അപ്പോഴും നമ്മൾ എടുത്തിട്ട് ഒരു കണ്ണാടിയുടെ മുമ്പിലിരുന്നു. അപ്പൊ നമുക്ക് മുടി ഇല്ലാത്തട എവിടെ, നന്നായിട്ട് കെയർ കൊടുക്കേണ്ടുന്ന എവിടെ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഒരു കണ്ണാടി വേണം. അപ്പൊ ഞാൻ ഇതുപോലെ ഒരു ചെറിയ കണ്ണാടി എടുത്തിട്ടുണ്ട്. കണ്ണാടിയുടെ മുമ്പിലിരുന്ന് എനിക്ക് അത്ര ലൈറ്റ് കിട്ടത്തില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടും മാറിയിരിക്കുന്നത്. കണ്ടോ, എന്റെ മുടി ചെറിയ മുടികളൊക്കെ വളർന്നേക്കുന്നതൊക്കെ കണ്ടോ. ഇത് ഞാൻ പറഞ്ഞ പൊടിമുടികള്. ഇവിടൊക്കെ എനിക്ക് മുടിയില്ലായിരുന്നു. എന്റെ പഴയ മീഷുബു ബ്ലോഗിലെ വീഡിയോസ് കാണുന്നവർക്ക് മനസ്സിലാവും. അത് നല്ല മുട്ടയായിരുന്നു ഇവിടൊക്കെ, കുഞ്ഞുമുടികള്. ഇതൊക്കെ ചിലപ്പോൾ നമുക്ക് ഇച്ചിരി പ്രശ്നമാകും, കാറ്റത്തൊക്കെ പോകുമ്പോ ഇങ്ങനെ പറന്ന പോലൊക്കെ. എങ്കിലും മുടി ഇല്ലാതിരിക്കുന്നത് എന്ത് വൃത്തികേടാ, നെറ്റിക്കൊക്കെ മുടി ഇല്ലാതിരിക്കുന്നത്. അപ്പം നമുക്ക് തുടങ്ങാം. ഞാൻ ആദ്യം തന്നെ ഇതെടുത്തിട്ട് നമ്മള് ഇവിടെയൊക്കെ ഫ്രണ്ടില് ഇതാ ഇങ്ങനെ ഫ്രണ്ടില് നമ്മുടെ മുടി നമുക്ക് ഒത്തിരി കൊഴിഞ്ഞിട്ട് പ്രശ്നമായിട്ടുള്ളിടത്തോട്ട് ആദ്യം എല്ലാം നന്നായിട്ട് അങ്ങ് തേച്ച് വെക്കണം. മുട്ടയും വെളിച്ചെണ്ണയൊക്കെ ഉള്ളതുകൊണ്ട് തേക്കാൻ നമുക്ക് നല്ല ഈസി ആയതേ. ശരിക്കും നമ്മൾ ഡൈ ഒക്കെ തേക്കുന്ന പോലെ അതങ്ങ് മുടിയിലല്ല സ്കാൽപ്പിലോട്ട് അങ്ങ് പറ്റിക്കോളും. നമ്മൾ ഹെന്ന ചെയ്യുന്നേക്കാട്ടിലും ഈസിയാ. ഫ്രണ്ടില് മുടി ഇല്ലാത്തത് ഫ്രണ്ടിലെന്നല്ല, എവിടെയാ മുടി ഇല്ലാത്തതെന്ന് വെച്ചാൽ നന്നായിട്ട് അവിടെ നമ്മള് തേച്ച് വെക്കണം. ഇത് ആണുങ്ങൾക്കും യൂസ് ചെയ്യാം കേട്ടോ, ലേഡീസിന് മാത്രമല്ല ജെന്റ്സിനും യൂസ് ചെയ്യാമേ. എന്നിട്ട് നമ്മൾ അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ പൗപ്പെടുക്കാൻ. പൗപ്പെടുത്തിട്ട് ഈ പൗപ്പിലെല്ലാം തേക്കുക. എന്നിട്ട് ഓരോ പാർട്ടീഷനായിട്ട് ഇങ്ങനെ എടുക്കുക. ചീപ്പൊക്കെ ഇച്ചിരി തെന്നും. ഇതുപോലെ ഒരു ടെയിൽ കോമ്പ് എടുത്തോ. കാരണം ഈ നമ്മുടെ ചെമ്പരത്തി നല്ല വളുവളുപ്പുള്ളതാണ്. മുട്ട നല്ല വഴുവഴുപ്പുള്ളതാണ്. എണ്ണ നല്ല വഴുവഴുപ്പുള്ളതാണ്. അതായത് എല്ലാം ഒരു വഴുവഴുപ്പുള്ള സാധനം ആയതുകൊണ്ട്, എല്ലാം നല്ല വഴുവഴുപ്പുള്ള സാധനങ്ങളായതുകൊണ്ട് നമുക്ക് ചീപ്പൊക്കെ പിടിക്കുമ്പോ തെന്നും. കണ്ടോ, ഇങ്ങനെ അങ്ങോട്ട് എടുക്കണം. എടുത്തിട്ട് ഇത് നന്നായിട്ട് അങ്ങ് പിടിക്കുന്ന സാധനമാണ്. ഒട്ടും നമുക്ക് തേക്കാൻ ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. തലയിൽ പിടിക്കാതോ കൂട്ടത്തിൽ തന്നെ ആ മുടിയിലും കൂടെ അങ്ങ് ആ കയ്യങ്ങ് തേച്ച് വിട്ടേച്ചാൽ മതി. ഇങ്ങനെ സൈഡിലോട്ടുള്ള മുടിയിലും കൂടെ ആ കൈ അങ്ങ് തേച്ചേക്കണം. അപ്പൊ ആ എണ്ണയും മുട്ട ഒത്തിരി നല്ലതല്ലേ മുടിക്ക്.
ഭയങ്കര എഫക്റ്റീവായിട്ടുള്ള ഒരു പാക്കാണിത്. ഞാൻ ഇത് തന്നെ ഇതിന്റെ വേർഷൻ തന്നെ പല പല വേർഷൻ മാറ്റി മാറ്റി യൂസ് ചെയ്യും. അതെന്തൊക്കെയാണെന്ന് ഞാൻ ഓരോ പ്രാവശ്യം ഞാൻ ഇടുമ്പോഴും കാണിക്കാമേ. മുടിയില്ലാത്തവരൊക്കെ ഇന്നേ ചെയ്തു തുടങ്ങിക്കോട്ടോ. പെണ്ണുങ്ങൾ മാത്രമല്ല, ആണുങ്ങളും. കഷണ്ടിയൊക്കെ തുടങ്ങുന്നവർ ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്തു. തീർച്ചയായിട്ടും 100% ഷുവറാ. ഒരു ദിവസം ചെയ്തിട്ട് മുടി കിളുത്തില്ലെന്നും പറഞ്ഞ് എന്നോട് കംപ്ലൈന്റ് പറയല്ലേ. ഇത് ആഴ്ചയിൽ ഒരു 2 ദിവസമെങ്കിലും അല്ലെങ്കിൽ ആഴ്ചയിൽ മിനിമം ഒരു ദിവസമെങ്കിലും ചെയ്യണം. വലിയ പ്രയാസമുള്ള ജോലിയൊന്നുമല്ല. മുറ്റത്ത് നിൽക്കുന്ന ചെമ്പരത്തി ഇല പറിക്കുക, പൂവും അതിന്റെ മുട്ടും എല്ലാം കൂടെ കുറച്ച് പറിക്കുക, ഒരു മുട്ടയുടെ വെള്ളം എടുക്കുക, ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കുക, മിക്സിയിൽ അടിക്കുക, തേക്കുക. അത്ര ജോലിയേ ഉള്ളൂ. ഇങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ ഇതിനകത്തൂടെ തേച്ചിട്ട് ആ മുടിയേലും കൂടെ ചേർത്ത് ഇങ്ങനെ അങ്ങ് കൈ അങ്ങ് ഓടിച്ചേക്കണം. അപ്പൊ മുടിയേലും ആകും, ഓട്ടിയിലും ആകും. ഇങ്ങനെ ഓരോ പാർട്ടായിട്ട് എടുത്ത് ഇത് ഫുള്ള് നമ്മളിപ്പോ ഇട്ട് കഴിഞ്ഞു. ഫുള്ള് നമ്മൾ ഏകദേശം ഇട്ട് കഴിഞ്ഞ് ഇനി ബാക്കിയുള്ളത് നമ്മൾ ഇങ്ങനെ മുടിയിലോട്ട് അങ്ങ് എടുത്തങ്ങ് തേച്ചാൽ മതി. ഒത്തിരി ഉണ്ടെങ്കിൽ കുറേശ്ശെ മുടിയെടുത്ത് അതും കുറേശ്ശെ മുടിയെടുത്ത് തേക്കണേ. ഇപ്പൊ എൻ്റെ കയ്യിൽ ബാക്കി ഇല്ല, കുറച്ചേ ഉള്ളൂ. ആ ഉള്ളതങ്ങ് മുടിയിൽ തേക്കുക. ഞാൻ ഇത്രയത്തിൻ്റെ ആവശ്യമുള്ളൂ. മെയിന് നമുക്കിപ്പോ ഇതിപ്പോ എല്ലായിടത്തും ആകും. നമ്മളിപ്പോ മുടിയൊക്കെ ഒന്ന് ചീകി ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് കെട്ടിയൊക്കെ വെക്കുമ്പോഴത്തേക്കിന് എല്ലാ മുടിയിലും ഇതാകും. പ്രത്യേകിച്ച് എണ്ണയും പിന്നെ മുട്ടയുമാണല്ലോ, അത് നല്ലതായിട്ട് അങ്ങോട്ട് അതായത് ഫ്ലോ ആകുന്ന ഒരു സാധനങ്ങളല്ലേ. അതുകൊണ്ട് തന്നെ അത് എല്ലായിടത്തും അങ്ങ് ആകും. പിന്നെ ഒത്തിരി മുടിയൊക്കെ ഉള്ളവരാണെങ്കിൽ ഇച്ചിരി കൂടി എടുത്തിട്ട് ഒരു 2 മുട്ട എടുത്തിട്ട് കുറച്ച് ഇലയും കുറച്ച് പൂവും ഓയിലും ഒരു ഇച്ചിരി കൂടെ എക്സ്ട്രാ ഇട്ടിട്ട് അടിക്കുവാണെങ്കിൽ കാണും. അപ്പൊ നമുക്ക് മുടിയിൽ കുറേശ്ശെ കുറേശ്ശെ മുടിയെടുത്ത് എല്ലാ മുടിയിലും തേക്കാൻ പറ്റും. ഇപ്പൊ എനിക്ക് ഇത്ര ഉള്ളായിരുന്നു, കണ്ടോ, തീർന്നു. എന്നിട്ട് ഇത് ഞാനൊരു 20 മിനിറ്റ് വെക്കും ഇപ്പൊ എന്റെ തലയിൽ. 15 to 20. 15 മിനിറ്റ് കഴിയാതെ എങ്ങനായാലും കഴുകത്തില്ല, കാരണം ഇത്രയും കഷ്ടപ്പെട്ടതല്ലേ. എന്നിട്ട് മാക്സിമം 20 മിനിറ്റ് വെക്കും, അതിൽ കൂടുതൽ വെക്കത്തില്ല. എന്നിട്ട് ഞാൻ ഷാമ്പൂ ഇട്ട് നന്നായിട്ട് വാഷ് ചെയ്യും ഹെയർ. ഒരു ചെറിയ ലൈറ്റ് മൃദുവായിട്ടുള്ള ചൂടുവെള്ളത്തിൽ കഴുകും. എന്താണെന്ന് വെച്ചാൽ ഇത് തണുപ്പല്ലേ. പിന്നെ ചെമ്പരത്തിയൊക്കെ പ്രശ്നമാ, കോൾഡ് വരും. അങ്ങനെ ഉള്ളവര് ഒരു 2 ഡ്രോപ്പ് നമ്മുടെ യൂക്കാലി ഓയിലില്ലേ, 2 ഡ്രോപ്പ് യൂക്കാലിപ്സ് ഓയില് രണ്ടോ മൂന്നോ ഡ്രോപ്പ് ഇതിനകത്ത് ഒഴിച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്യുവാണെങ്കിൽ കോൾഡും വരത്തില്ല, തലവേദനയും വരത്തില്ല, ജലദോഷം പിടിക്കത്തില്ല, ഒന്നും വരത്തില്ല. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ധൈര്യമായിട്ട് ചെയ്യാം. എന്തെങ്കിലും പ്രോബ്ലം ഉള്ളവര് ഒരു 2 ഡ്രോപ്പ് യൂക്കാലി ഓയിൽ ഒഴിച്ചോളൂ. എന്നിട്ട് ഇനിയിപ്പോ 20 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് കഴുകാം. കഴുകി കഴിഞ്ഞിട്ട് ഞാൻ മുടി എങ്ങനെയുണ്ടെന്ന് കാണിക്കാം. ഓക്കെ. ഇപ്പൊ ഞാൻ ഹെയർ ഒക്കെ വാഷ് ചെയ്ത് നല്ല നീറ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നല്ല പട്ട് പോലെ ഉണ്ട് നല്ല മുടി. മുട്ടയുടെ വെള്ളയും എണ്ണയും ചെമ്പരത്തിയിലയും ചെമ്പരത്തി പൂവും മുട്ടും എല്ലാം കൂടിയിട്ട് നല്ല സൂപ്പറായിട്ട് ഒരു പാക്കിട്ട് നല്ലതായിട്ട് വാഷ് ചെയ്തപ്പോൾ മുടിയുടെ സ്ട്രക്ചറേ മാറി. കണ്ടോ, നല്ല പട്ട് പോലുണ്ട് മുടി. ഇതുപോലുള്ള നല്ല മുടി വേണമെങ്കിൽ ഇങ്ങനത്തെ പാക്കുകളൊക്കെ പുതിയ ഇതേ സെയിം ഐറ്റംസ് തന്നെ ചെമ്പരത്തി ഇല കൊണ്ട് തന്നെ വേറെ വേറെ പാക്കുകൾ ഉണ്ടാക്കാം നമുക്ക്. വേറെ അതിൻ്റെ കൂടെ പല സാധനങ്ങൾ ആഡ് ചെയ്ത് വേറെ പാക്കുകൾ ഉണ്ടാക്കാം നമുക്ക്. താരന്, ചൊറിച്ചില്, മുടി കൊഴിയുന്നത്, മുടി വളരാന് ഒക്കെയുള്ള നല്ല അടിപൊളി നല്ല 100% റിസൾട്ട് തരുന്ന നല്ല പാക്കുകളൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പം അങ്ങനെയുള്ള പാക്കുകളൊക്കെ വേണമെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒരു ലൈക്ക് ചെയ്തിട്ട് ഒന്ന് ഷെയർ ചെയ്തിട്ട് കേട്ടോ. ഓക്കെ, ബൈ, സി യു. മുടി എങ്ങനെയുണ്ട് കണ്ടിട്ട്? മുടി എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? നല്ല പഞ്ഞി പോലല്ലേ മുടി? എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, ബൈ, സി യു.